എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ കാണാൻ പറ്റുമോ എന്നൊരു സംശയത്തിലായിരുന്നു എനിക്ക് ഒഴിവാക്കാനാവാത്തതും നിങ്ങളോട് പറയാൻ പറ്റാത്തതുമായൊരു കേസ്. അത് സങ്കടമുള്ള കേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ടിരുന്നു. അവിടുന്ന് അവരുടെ ഒരു ഇൻ്റർവ്യൂ പോലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അർഷാദ് മുങ്ങിയോ അർഷാദിൻ്റെ ഫോറിൻ നമ്പർ എൻ്റെ അടുത്തുള്ള അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഇതിന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ പിന്നെ വാട്സാപ്പിൽ എന്തായാലും എനിക്ക് തോന്നി പിരിഞ്ഞിട്ടുണ്ടാവില്ല. 1:30 മണിയല്ലേ ആയുള്ളൂ. അപ്പോൾ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലിയ നഷ്ടമല്ല. ഇവർ കുറേ പേര് എന്ന് എനിക്ക് കാണാൻ പറ്റാറുണ്ട്, പക്ഷേ ഒരുപാട് പേര് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പിന്നീട് വലിയ മനുഷ്യന്മാരായി നല്ല ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ വീണ്ടും കാണുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. അത് എനിക്കൊരുപാട് ഭാഗ്യമുള്ള ആളാണ്. നിങ്ങളെപ്പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരുപാട് അനർഹമായ അവകാശങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരാൾ കൂടി ഞാൻ. ഉദാഹരണത്തിന് എൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാനൊരു സാധനം ചോദിക്കാൻ തുടങ്ങുമ്പം ആരും കണ്ണടച്ച് കാണിക്കും. അതെടുക്കണ്ടാന്ന്, അതൊരു ആനുകൂല്യ, മനസ്സിലായോ? അത് കേടാണ്, മാഷ അതെടുക്കണ്ടാന്ന്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ ഒരു തമാശ കാര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും എല്ലാ മക്കൾക്കും വേണ്ട ചിക്കനാണ്. സ്ഥിരം വാങ്ങുമ്പോൾ എൻ്റെ കാരണവരുണ്ട് പറയും മാഷ ഇത് ശരിയല്ല കേട്ടോ. അങ്ങനെ അവസാനം എനിക്കത് മനസ്സിലായി എന്താ അതിന് ശരി കേടെന്ന്. വല്ല പിടി കിട്ടിയോ? ഈ മൂലം നക്ഷത്രം എന്ന് കേട്ടിട്ടുണ്ടോ? അത് പെട്ടെന്ന് കേടാവും. അത് എൻ്റെ അടുത്ത് കിട്ടിയ അവന് കാരണവരല്ലേ, അത് മൂത്തല്ലേ, അവൻ്റെ അടുത്ത് കിട്ടിയൊരു ഗുണപാഠമാണ്. എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഏത് മുക്കത്തെ എവിടെ ചെന്ന് ഏത് സാധനം വാങ്ങുമ്പോഴും എവിടെ നമ്മൾ ചെന്നാലും മിക്കവാറും നമ്മുടെ ഇവിടെ പഠിച്ചവരുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. പിന്നെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനയുടെ പേര് എൻ്റെ മുക്കമാണ്. അത് രൂപീകരിച്ചത് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, നയിക്കുന്നതും പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതൊരു ഭാഗ്യമല്ലേ? അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും മുന്നിലിരുന്ന ബെഞ്ചിലെ ആൾക്കാരെ അല്ല. ഇഷ്ടക്കേടല്ല, പക്ഷെ അതിനേക്കാൾ ഒരുപടി ഇഷ്ടം കൂടുതൽ ബാക്ക് ബെഞ്ചേഴ്സിന്. കാരണം എന്താണെന്നറിയാമോ? നന്നായി പഠിച്ച് ഏറ്റവും മുന്നിലിരുന്നവർ യൂറോപ്പിലോ അതാരാ ബാക്കിലിരിക്കുന്നത്? ആ റീമാസിന് മുതലാളി ഇതിലുണ്ടോ? അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്ന. അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും നന്നായി പഠിച്ച ഏറ്റവും മിടുക്കരൊക്കെ അമേരിക്കയിൽ ഇരുന്നിട്ട് അമേരിക്കയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നാലേ ഒന്ന് കണ്ടാലായി. എന്നാൽ ഈ നാട്ടിലുള്ള ജനജീവിതവും ബന്ധപ്പെട്ട് പാവങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, വീട് പോയതിന് വീട് വെച്ച് കൊടുക്കാൻ, പാലിയേറ്റീവ് പരിചരണത്തിന് സാന്ത്വനമേകാൻ, അങ്ങനെ എല്ലാത്തിനും ഓടി നടക്കുന്നത് ആരാണെന്നറിയാമോ? ആ ഏറ്റവും നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി മാറിയത് സത്യം പറഞ്ഞാൽ പിന്നിലിരുന്നവരും ക്ലാസ്സിലെ പ്രശ്നക്കാരുമാണ്. ജീവിതം സംഘർഷ നിർഭരമായിരിക്കണം. പാവമായി ഇരുന്ന് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിമുഖീകരിക്കാനോ അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ല. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രത്യേകത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അത് സത്യത്തിൽ നിങ്ങൾക്ക് ഗുണമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള അനുഭവ സമ്പത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ അനൂപ് പട്ടർച്ചോ അല്ലെ നല്ലൊരു മോട്ടിവേറ്റർ ആവുമോ? നിങ്ങൾ പറയും അനൂപേ. അതുപോലെ ഈ പാവം പിന്നെ സീമ അല്ലേ, സീമ ചേട്ടത്തിയാണ്. സീമനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. സുമ എങ്ങനെ ഒരു കഥകളിയൊക്കെ പഠിച്ചിങ്ങനെ നർത്തകിയാകുമായിരുന്നു. വിടമാട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ? ശരിയല്ലേ? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ അധിക പ്രസംഗം ഒരുപാട് പറഞ്ഞു, സമയം വൈകിയിട്ടുണ്ട്, ഒരുപാട് പറയുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും പൂർവ്വ വിദ്യാർത്ഥികളിൽ അങ്ങേയറ്റം സംതൃപ്തി എനിക്കുണ്ട്. കാരണം നമ്മുടെ സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയ ഏതെങ്കിലും ഒരു കുട്ടിയും ശരികേടിൻ്റെ ഒരു വഴികളിലൂടെ പോയതിൻ്റെ പേരിൽ നമുക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പത്രത്തിൻ്റെ കൂടി ഒരു റിപ്പോർട്ടറാണെന്ന നിലയ്ക്ക് നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് ദൈനംദിനമായി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അവൻ എന്ന് പറയേണ്ട നാണക്കേട് ഉണ്ടാക്കിയ ആരും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പഠിച്ച ഈ അന്തരീക്ഷം നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ കഴിവാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കേണ്ട. അതുകൂടി പറഞ്ഞ് നിർത്താം. കാരമൂല ഭാഗത്തൊരു വിദ്യാർത്ഥിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ഒരു വിഷയത്തിൽ. അപ്പോൾ അവിടെ ഒരു സ്വീകരണ യോഗം നടക്കുകയാണ്. ആ സ്വീകരണ യോഗം നടക്കുമ്പോൾ അവിടെ LP സ്കൂളിൽ പഠിപ്പിച്ച മാഷ് പറഞ്ഞു, ഇവൻ ആദ്യം തന്നെ ഈ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവനിതെല്ലാം നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ അന്ന് തന്നെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ പറഞ്ഞിട്ട്. ആ കുട്ടി LKG തൊട്ട് തുടങ്ങിയതല്ലേ. LKG UKG 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +1 +2 ഡിഗ്രി, എത്ര കോഴ്സ് കടന്നു, എത്ര അധ്യാപകരുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമാണ് ആ കുട്ടീനെ അങ്ങനെ ആക്കിയെന്ന് പറയുന്നതിനകത്ത് എന്തൊരു മണ്ടത്തരം അല്ലേ? പക്ഷേ ഒരു സംഗതിയുണ്ട്, അങ്ങനെ എല്ലാ അധ്യാപകരും എല്ലാവരും സ്വാധീനിക്കുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അധ്യാപകർ കുട്ടികളുടെ ഇടയിൽ സ്വാധീനമുണ്ടോ? അത് എപ്പോഴാണെന്നറിയാമോ? ചില സന്ദർഭങ്ങളിൽ, ചില നിമിഷങ്ങളിൽ ഒരൊറ്റ വാക്ക് മതി ഒരു പക്ഷേ അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന എൻ്റെ ഓർമ്മ നിങ്ങൾ ഓർക്കണം, നമ്മുടെ പ്രജീഷാണ്. പ്രജീഷിനെ അറിയാമോ? ബ്ലഡ് കൊടുത്തോണ്ടിരുന്ന പ്രജീഷ് നിങ്ങളുടെയൊക്കെ ജൂനിയർ അല്ലേ? സീനിയറാണോ? തൊട്ടടുത്ത് തന്നെയല്ലേ?
ഈ താഴെയുള്ള ക്ലാസ്സിലായിരുന്നു. ആ ബെല്ല് തൂക്കിയ ക്ലാസ് ഓർമ്മയുണ്ടോ? അവിടെ എന്നും അടിയായിരുന്നു. ഞാൻ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടാണ് അടി ഉണ്ടായത് എന്നുള്ളത് വേറെ കാര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാവേണ്ടതാണ് അല്ലേ അർഷാദെ? പക്ഷേ അത് അങ്ങനെ അവസാനത്തെ ഒരു പിരിഞ്ഞു പോകുന്ന ദിവസം ഉണ്ടല്ലോ സ്കൂളിൽ. ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ദിവസമല്ലേ? ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ദിവസം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കൊരു അസുഖമുണ്ട്, ഒന്ന് നന്നായിട്ട് എന്തെങ്കിലും ലോകിയൊക്കെ പറഞ്ഞൊരു സമാധാനമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഞാൻ ശ്രമിക്കാറുള്ളത് അവരുടെ ഹൃദയത്തിൽ കടന്നു കയറി എന്തെങ്കിലും ഒരു ചിന്തയുണ്ടാക്കി അതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ സാധിച്ചാൽ അതാണ് ഒരു അധ്യാപകൻ്റെ വിജയം. അല്ലാതെ A+B² ബാക്കി നിനക്കറിയോ ശിവാവേ എന്നാ എന്തോ ആണ് അതെനിക്കറിയില്ല. ഞാൻ കണക്കിന് തോറ്റു അയാളാ SLCക്ക്. അതാരോടും പറയില്ലല്ലോ. കണക്കിന് തോറ്റയാളാ SLCക്ക്. അന്ന് ഗ്രൂപ്പ് മിനിമം ജയിച്ചതാ. ആരോടും പറയണ്ട കേട്ടോ. അതാണ് പറയില്ലല്ലോ, ഈ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ക്ലാസ്സിൽ 40 പേരെങ്കിലും ഉണ്ടാവില്ലേ? പക്ഷേ അതിൽ ഒരാളുടെ മനസ്സിലത് മനസ്സിൽ തറച്ച് ആ പ്രജീഷ് അതുവരെ പഠിക്കാത്ത പ്രജീഷ് തീരുമാനമെടുത്തു. അന്ന് നമ്മൾ നൈറ്റ് ക്യാമ്പിലെ കോച്ചിങ്ങിലോ ഉപദേശം ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് 1.5 മാസത്തെ സ്റ്റഡി ലീവാണ്. ആ സ്റ്റഡി ലീവിൽ വീട്ടിലിരുന്ന് നന്നായി പഠിച്ച് SLC നല്ലോണം ജയിച്ച് MIM കോളേജിലൊക്കെ പഠിച്ചു മിടുക്കനായി മാരുതി കമ്പനി കയറുകയും വിദേശത്ത് പോവുകയൊക്കെ ചെയ്ത് അതിനുശേഷം രാധ ടീച്ചറോട് പറഞ്ഞ കാര്യമാണിത്. ടീച്ചറോട് പറഞ്ഞു, മുരളി മാഷ് അവസാന ദിവസം പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് മാറ്റമുണ്ടാക്കാൻ ഇടയായതെന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളായാലും മറ്റധ്യാപകരായിരുന്നാലും ഈ ഓരോരുത്തരും ചിലരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചില സന്ദർഭങ്ങളിൽ ഹൃദയം നന്നായി സംസാരിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? എന്ന് വെച്ച് ഞാനാണ് എല്ലാവരും നിങ്ങളുടെ എല്ലാ ഈ നല്ല സ്വഭാവത്തിന് ഞാൻ കാരണമാണെന്ന് ഞാൻ വിചാരിച്ചാൽ എന്താ ഇതിനൊരു അർത്ഥം? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ നിങ്ങളായി തീർന്നില്ല. പിന്നെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരു എപ്പോഴാണെന്ന് അറിയാമോ അഭിമാനിക്കുന്നതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ ദ്രോണാചാര്യർ എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് കുട്ടിക്കറിയാം? ദ്രോണാചാര്യർ കഥകളി പഠിച്ചിട്ടില്ലല്ലോ. പറയാം, ആർക്കും അറിയാം. എന്തുകൊണ്ടാണ് ദ്രോണാചാര്യർ ആരും മറക്കാത്ത ആളായത്? അർജുനൻ എന്ന ശിഷ്യനുള്ളത് കൊണ്ടാണ് അല്ലേ? എന്താണ്? ഗുരുവിനേക്കാളും എത്രയോ ഉയരുന്ന ശ്രേഷ്ഠരായ ശിഷ്യരുണ്ടാകുമ്പോഴാണ് ആ ഗുരു അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ എത്ര ഉയരങ്ങളിൽ എത്തുന്നുവോ നിങ്ങൾ പഠിപ്പിച്ചു എന്ന് അഭിമാനിക്കാൻ എനിക്കും അവസരമുണ്ട്. ശരിയല്ലേ? എന്നെ പോലെ പഠിപ്പിച്ച എല്ലാവർക്കും അതാണ് എൻ്റെ ഭാഗ്യം. നിങ്ങളെപ്പോലെ ഒരുപാട് നന്മ നിറഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യത്വത്തിൻ്റെ ആൾരൂപങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ 400ഓളം രോഗികൾ ഈ പഞ്ചായത്തിൽ മാത്രമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 88 പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ രോഗികളുള്ളത് ഈ പഞ്ചായത്തിലാണ്. പക്ഷേ അവരെ ഒക്കെ കണ്ണുനീർ തുടയ്ക്കാൻ 24 മണിക്കൂർ ഓടി നടക്കുന്ന ഒരുപാട് പേരും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങി. നമ്മുടെ ഗസീബ് ജാലോളി, അതുപോലെ ആ വേറൊരു ജാലോളി ഇല്ലേ, സമാൻ ജാലോളി, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം ഉണ്ട്. അതല്ലേ നമുക്ക് ഏറ്റവും വലിയ വിജയം? അതല്ലേ ഈ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞത്? നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയെന്നതിനേക്കാൾ അപ്പുറം അതല്ലേ? അപ്പം ഇനി നീട്ടി പറഞ്ഞാൽ പുറത്ത് ആൾ നോക്കുന്നുണ്ട്. മുപ്പര ഇത് നിർത്തിയിട്ട് സെറ്റും കൊണ്ട് പോകാനാ ആണോ? അപ്പോൾ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും അത്യന്തം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒഴിവാക്കാനാത്ത വിഷയത്തിൽ പോയപ്പോൾ എനിക്ക് അർഷാദ് ശരിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. കാരണം ഇത്രയാൾ ഒന്നിച്ച് കിട്ടും, കുറേ പേരെ കാണുന്നെങ്കിൽ അതിൽ വളരെ സന്തോഷം. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പോയ കാര്യവും എന്താന്ന് പറയുന്നില്ല, എന്നാലും ശുഭപര്യവസായിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം.